പെട്ടെന്നൊരു ദിവസം ഒരു വ്യക്തി നമ്മളുടെ കോൾസിനും ടെക്സ്റ്റിനും ഒന്നും റെസ്പോണ്ട് ചെയ്യുന്നില്ല. നമ്മൾ കൺഫ്യൂസ്ഡ് ആവും. മുൻകൂറായിട്ടുള്ള നോട്ടിഫിക്കേഷൻ ഒന്നും തരാതെ ഒരാൾ പെട്ടെന്ന് ബ്രേക്കപ്പ് എടുത്ത് പോവുക എന്ന് പറയുന്നത് വളരെ സ്ട്രെസ്ഫുൾ ആയിട്ടുള്ളൊരു സിനാരിയോ ആണ്. ശരി തെറ്റുകൾ പരിശോധിക്കാനാണെങ്കിൽ ഒരാളോടൊരു റീസണും പറയാതെ അങ്ങനെ പെട്ടെന്ന് ഇറങ്ങി പോകുന്നത് വളരെ അൺഫെയർ ആയിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. പക്ഷെ അവരെന്തുകൊണ്ടായിരിക്കും അങ്ങനെ ചെയ്തതെന്ന് അവരുടെ ഭാഗത്തു നിന്ന് ചിന്തിച്ചു നോക്കിയാൽ 3 തരത്തിലുള്ള ഉത്തരങ്ങളുണ്ടാവും. പ്രാക്ടിക്കലി അവർ ഏതോ ഒരു സിറ്റുവേഷനിൽ അകപ്പെട്ടു, അവർക്ക് നിങ്ങളെ വിളിക്കാനോ മെസ്സേജ് അയക്കാനോ കഴിയാത്തൊരു സിറ്റുവേഷൻ. രണ്ടാമത്തത്, അവർ തന്നെ ചെയ്ത എന്തോ ഒരു കാര്യത്തിന്റെ പേരിൽ അവർക്ക് നാണക്കേടുണ്ട്, അപ്പോൾ അത് നിങ്ങളോട് പറയാൻ അവർക്ക് ബുദ്ധിമുട്ടുണ്ടാവുന്നുണ്ട്, പിന്നീട് നിങ്ങളെ കോൺടാക്ട് ചെയ്യുന്നില്ല. മൂന്നാമത്തത്, നമ്മളെ കൊണ്ട് അവർക്ക് മടുത്തു, നമ്മൾ അവർക്ക് കൊടുത്തേക്കുന്ന ലൈഫ് എക്സ്പീരിയൻസസ് കൊണ്ട് ഇനി മേലാൽ നമ്മളുടെ കയ്യിൽ നിന്നൊരു കോളോ മെസ്സേജോ ഒന്നും അവർ പ്രതീക്ഷിക്കുന്നില്ല, അവർക്കിനി നമ്മളുമായിട്ട് യാതൊരു വിധത്തിലുള്ള കണക്ഷനും വേണ്ട എന്നവർ തീരുമാനിക്കുന്നു. മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ബ്രേക്കപ്പ് അത് ഏത് തരത്തിലാണെങ്കിലും, നമ്മളോട് മുൻകൂറായി പറഞ്ഞതാണെങ്കിലും പറയാത്തതാണെങ്കിലും, ബ്രേക്കപ്പിൽ ഇൻവോൾവ് ആയിരിക്കുന്ന ഇമോഷൻസ് 100% ക്യൂറബിൾ ആണ്. ഇനി ഇപ്പോൾ നിങ്ങൾ റിലേഷൻഷിപ്പിലാണെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഒരു റിലേഷൻഷിപ്പ് തുടങ്ങുക എന്ന് പറയുന്നത് ഒരു ടീം സ്പോർട്ട് ആണെങ്കിലും ബ്രേക്കപ്പ് എന്ന് പറയുന്നത് ഒരു ടീം സ്പോർട്ട് അല്ല. ഈ ഒരു അണ്ടർസ്റ്റാൻഡിങ് ആദ്യം മുതൽക്കേ ഉണ്ടാവുന്നത് നമ്മളുടെ സ്ട്രെസ് ലെവലിനെ മാനേജ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യും.